ഹായ് ഓൾ, വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കണ്ടില്ലേ? ഞാൻ കുറേ ദിവസമായോ വീഡിയോ ആയിട്ട് വന്നിട്ട്? കുറച്ച് ദിവസമായെന്ന് തോന്നൂലേ? അപ്പം നിങ്ങളുടെ അടുത്തൊന്ന് വരാതിരുന്ന് കഴിഞ്ഞാൽ ഒരു സമാധാനക്കുറവാട്ടോ. അപ്പോൾ ഇതാ രാവിലെ ചിക്കനൊക്കെ ഒന്ന് ചൂടാക്കുക, ഫ്രിഡ്ജിലുള്ളതൊക്കെ ഒന്ന് എടുത്ത് വെളിയിൽ വെക്കുക, അരിയൊക്കെ ഒന്ന് എടുത്ത് വെക്കുക. ഇതാ ഇന്ന് നമ്മൾ തെരണ്ടി മീനാണ് പറ്റിക്കുന്നത്. അപ്പോൾ അതും ഒന്ന് എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ മുറിക്കാൻ സമയം കിട്ടില്ല. മുറിച്ചിട്ട് കഴിഞ്ഞാൽ വേഗം അതിൻ്റെ ഉപ്പ് പോകും കേട്ടോ. പക്ഷേ എനിക്ക് മുറിക്കാൻ സമയം കിട്ടില്ല, അതുകൊണ്ട് ഞാൻ നേരെ എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടു. അങ്ങനെയും കിടന്ന് ഉപ്പ് പോയിക്കോളൂല്ലോ. പിന്നെ നമ്മുടെ കഞ്ഞിയൊക്കെ ഇതാ കഞ്ഞിക്കുള്ള വെള്ളം വെച്ചതാട്ടോ. അപ്പോൾ ലേശം ഏറെ വെള്ളം വെച്ചിട്ട് അതിൽ നിന്ന് കുടിവെള്ളം മുക്കുവാണേ. അപ്പോൾ ആ ഒരു പണി നമുക്കങ്ങ് കഴിഞ്ഞ് കിട്ടുമല്ലോ അല്ലേ. അപ്പം അത് ഫ്ലാസ്കിലേക്കുള്ള ചൂടുവെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് കറിക്ക് വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ ഈ വെള്ളമാണ് എടുക്കുന്നത്. പിന്നെ അരി കഴുകിയിട്ടു. ആ അരി കഴുകിയിട്ടിട്ട് ആ കയ്യിലും കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കൂട്ടോ. ഇതെൻ്റെ അമ്മ പറഞ്ഞു തന്നാട്ടോ, ഇങ്ങനെ ഇളക്കി കൊടുക്കണം കഞ്ഞി അടുപ്പത്തിട്ട് കഴിഞ്ഞാൽ. ഇതൊക്കെ നിങ്ങൾ ചെയ്യാറുണ്ടോ? ഇങ്ങനെ ചെയ്യുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് പറഞ്ഞേക്കണേ. പിന്നെ ഇതാ മുറ്റം മുഴുവനും 4 പാടും അടിച്ചു വാരലാട്ടോ എൻ്റെ മെയിൻ ടാസ്ക്. അപ്പം തലേദിവസം അടിച്ചിട്ടെങ്കിൽ പോലും രാവിലെ നമ്മുടെ മുറ്റം ആകെ ഈ പുറന്ന് ഭയങ്കര കരിയില കേട്ടോ. അവിടെ തേക്ക് മരം ഉണ്ട്, അതിൽ നിന്നൊക്കെ ഇങ്ങനെ പറന്ന് വന്നിട്ട് അപ്പം അതൊക്കെ ഒന്ന് അടിച്ചു വാരി. മുൻവശത്ത് കുഴപ്പമില്ല കേട്ടോ, പുറകെ വശം ഇങ്ങനെ മുഴുവൻ കരിയില പാറി വരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ അടിക്കുന്നതൊപ്പം തന്നെ ഞാൻ ഇങ്ങനെ പുല്ലുകൾ ഇങ്ങനെ നുള്ളി കളയൂ കേട്ടോ. ഇല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ നോക്കുക എൻ്റെ മുറ്റം എങ്ങനെയായതിനെ, ഇത് മുഴുവൻ കാട് പിടിച്ച് കിടന്നതിനെ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ മുറ്റത്ത് ഒരു ഭയങ്കരമായിട്ടുള്ള കാട് വളർച്ചയാണ്. അപ്പോൾ ഈ മുറ്റത്ത് ഇവിടെ നട്ടിരിക്കുന്ന ചെടികളൊക്കെ പനിനീർ കൂർക്ക, നമ്മുടെ കറ്റാർ വാഴ, പിന്നെ നമ്മുടെ ശംഖുപുഷ്പമില്ലേ, കറിവേപ്പ്, പിന്നെ കാന്താരിമുളക്, ഇങ്ങനെയൊക്കെയുള്ള ചെടികളാട്ടോ. ഈ ഒരു ഭാഗം മുഴുവൻ ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ അടുക്കളച്ചെടികളാട്ടോ മുഴുവനും. അപ്പോൾ ഇത് നമ്മുടെ അടുക്കളപ്പുറം ആയതുകൊണ്ട് എല്ലാ അടുക്കളച്ചെടികളാട്ടോ. അതിൻ്റെ ഇടയ്ക്കൂടിയൊക്കെ ചെറിയ കാശിത്തുമ്പ, പിന്നെ ചില ചെറിയ ചെടികളെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളൂ. പക്ഷെ മുഴുവനും നമുക്ക് യൂസ്ഫുള്ളായിട്ടുള്ള ചെടികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ഔഷധ ചെടികൾ ഉണ്ടാവില്ലേ, അതുകൂട്ടി ചെടികളാട്ടോ. ഇതൊക്കെ നമുക്ക് മരുന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും, ഈ പനിനീർ കൂർക്ക. അപ്പോൾ പുല്ലൊക്കെ ഞാനിങ്ങനെ അടിക്കുമ്പോൾ തന്നെ കൈ കൊണ്ട് നുള്ളുന്നുണ്ട് കേട്ടോ. എൻ്റെ അച്ഛൻ പറഞ്ഞു തന്നാ കേട്ടോ, അടിക്കുമ്പോൾ നുള്ളുന്ന പെണ്ണ് വേണമെന്ന് അച്ഛനിങ്ങനെ പറയുന്ന കേട്ടോ. പണ്ടൊക്കെ എൻ്റെ അച്ഛനിപ്പോൾ ഇല്ല എന്നെങ്കിലും അച്ഛൻ അങ്ങനെ പറയുമായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിക്കുമ്പോൾ അന്നേരം പോയി ഞുള്ളാനല്ല കേട്ടോ പറയുന്നത്. നമ്മളിങ്ങനെ അടിച്ചു വരുമ്പോൾ അന്നേരം നുള്ളി കാട് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മുറ്റം തന്നെ ഉണ്ടാവില്ലേ. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ മുറ്റം മടി പിടിച്ച് കാട് നുള്ളാതിരുന്നാലോ നമുക്ക് തന്നെ പണി കിട്ടുകയും ചെയ്യും. അപ്പം നമ്മുടെ മുറ്റത്തൊക്കെ മുഴുവൻ കാട് വളർച്ചയായിരിക്കും കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മുറ്റം നിറച്ചും കാടാട്ടോ. കാടല്ല, ഒരു പറ്റിയുള്ള പുല്ലാണ്. അത് വീണ്ടും വളരുന്നുണ്ട് കേട്ടോ. മഴ ഇങ്ങനെ നിന്ന് പെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ തെളിച്ചിടാഞ്ഞിട്ടല്ല കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു സൈസ് പുല്ലാട്ടോ മുഴുവനുണ്ടാകുന്ന. അവിടെ ഒരാൾ എന്നെ കാത്തിരിപ്പുണ്ട് കേട്ടോ. ഞാൻ അടിച്ചു വാരി ലാസ്റ്റ് എത്തുന്നത് ഈ ഒരു വശത്താട്ടോ. പിറ്റുവിനെ അഴിച്ചു വിടാനാണേ. അപ്പോൾ അവനെ അഴിച്ചു വിട്ടിട്ട് അവൻ രാവിലെ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ എന്നെ കുറേ കളിപ്പിക്കുകയും ചെയ്യും കേട്ടോ. കണ്ടില്ലേ, പാത്ത് നിന്ന് നോക്കുന്നുണ്ടോ എന്നെ. അവന് ഞാൻ നട്ട പയറിൻ്റെ ഉള്ളിൽ കളിക്കാനാട്ടോ അവന് ഏറെ ഇഷ്ടം. ഞാൻ നടുന്ന ചെടികളുടെ ഇടയ്ക്കും അങ്ങനെ ഞാൻ കണ്ടില്ലേ, നമ്മുടെ കോവയ്ക്കയുടെ ഫസ്റ്റ് ഞാൻ പറിച്ചതാട്ടോ. എൻ്റെ ഫസ്റ്റ് വിളവെടുപ്പാട്ടോ ഞാൻ നിങ്ങളെ കാണിച്ചാണ്. ഞാൻ നട്ട ചെടികളൊക്കെയാണ് ഇവിടെ നിൽക്കുന്നത്. കോവലാണ് ഇപ്പോൾ ആദ്യം പൂവിട്ടത് കേട്ടോ. ഇത് നമ്മളിങ്ങനെ കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ വിളവെടുപ്പ് നമ്മുടെ കോവലിൻ്റെ ഞാനൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അധികം കോവയ്ക്കൊന്നും ഉണ്ടായിട്ടില്ല, ഒരു 3-4 കായൊക്കെ ഉണ്ടായി വരുന്നതേ ഉള്ളൂ കേട്ടോ. പക്ഷെ നിറച്ചും പൂവുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ വെള്ളരി, ഇതൊക്കെ ഉണ്ടാകുന്നതേ പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, ചെറുതാണെങ്കിൽ പോലും. പിന്നെ ഇതാണ് പടവലം. അതൊക്കെ ഇങ്ങനെ എല്ലാം ക്ലൈംബ് ചെയ്ത് എല്ലാം കയറുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ പയർ ഒക്കെ കേട്ടോ. അപ്പം നമ്മുടെ അടുക്കളത്തോട്ടത്തിലൊരു ചെത്തി നിൽപ്പുണ്ട്. ആ ചെത്തിയും പൂവിട്ടു. അങ്ങനെ എല്ലാം പൂവിടലിൻ്റെ ഒരു സമയമായിട്ട് മനോഹരമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നമ്മുടെ പയറും പൂവിട്ടു. എല്ലാം തുടക്കത്തിലേ എല്ലാം ചെറുതാണെങ്കിൽ പോലും പൂവിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും വരും ദിവസങ്ങളിൽ ഞാൻ അതൊക്കെയായിട്ട് വീഡിയോയൊക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ അടുക്കള എല്ലാം ഇങ്ങനെ പൂവിട്ട് കഴിഞ്ഞാൽ നിറച്ചും കായ്കളായിരിക്കില്ലേ ഉണ്ടാകാൻ പോണത്. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ കൊല്ലം സംസ്കരിച്ച് ഞാനും അമ്മയും കൂടി വെച്ച വീഡിയോസിലുണ്ട് കേട്ടോ. അതൊക്കെ കാണാത്തവരൊന്ന് കണ്ടു നോക്കും കേട്ടോ. ആ വിത്തുകളായതുകൊണ്ട് എനിക്ക് നേരത്തെ വിത്ത് എറിയാൻ പറ്റി കേട്ടോ. ഇല്ലെങ്കിൽ വിത്തൊക്കെ ഓരോ ഭാഗത്തു നിന്നും വന്ന് കടകളിലൊക്കെ വിൽപ്പന വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ചെടികളിൽ നിന്ന് കാ പറിക്കാൻ
പറിക്കാനായി കേട്ടോ. അതുകൊണ്ട് എല്ലാവരും വിത്ത് ഇങ്ങനെ എടുത്ത് സംസ്കരിച്ച് വെച്ചാൽ നല്ലതാണ്. പിന്നെ ക്ഷമയില്ലാത്തൊരു പണിയാട്ടോ ഞാൻ ചെയ്യുന്നത്. ക്യാരറ്റ് അതിൻ്റെ കൂടെ 2-3 പച്ചപ്പയറും ഉണ്ടായിരുന്നു, അതും അരിഞ്ഞിട്ട് കുറച്ച് സവോളയൊക്കെ കേട്ടോ. ഈ അരിച്ചില്ലാണ് എനിക്ക് ഒട്ടും ക്ഷമയില്ലാത്തട്ടോ. എൻ്റെ ക്ഷമയെ പരീക്ഷിക്കുന്ന ജോലിയാണ്. പിന്നെ ഇതാ നമ്മുടെ കാന്താരി മുളകും പറിച്ചു. അപ്പം ഞാൻ നോക്കുമ്പോൾ ക്രിസ്മസിനെ വരവേക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മൊസാണ്ട ചെടി എന്നല്ല ഇതിന് പറയുന്നത്, അതും അവിടെ നല്ല റെഡിഷായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം കാന്താരി മുളകൊക്കെ പറിക്കുന്ന കൂട്ടത്തിൽ അതിൻ്റെ അടുത്ത് തന്നെയാട്ടോ അവനെ നിൽക്കുന്നത്. അപ്പം അതിനെയും കൂടി ഒന്ന് കാണിച്ചു കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ സുന്ദരികളായിട്ടുള്ള നമ്മുടെ പയറൊക്കെ പൂവിട്ടു കേട്ടോ. അപ്പോൾ എത്ര പെട്ടെന്നല്ല ഇവർ തലയ്ക്കതാ. പക്ഷേ എൻ്റെ പാവലിൻ്റെ തല എങ്ങനെയാണ് പീറ്റു കയറിയതാണോ എന്നറിയില്ല, ഒടിഞ്ഞു പോയിട്ടോ. പക്ഷേ അത് നല്ലോണം വേഗം കയറി വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കാന്താരി കൊണ്ടുവന്നൊക്കെ അതിനെ അരിഞ്ഞിട്ടുവേ. നമ്മുടെ കാന്താരി കേട്ടോ, ഞാനിപ്പോൾ എല്ലാത്തിനും പച്ചമുളക് ഞാൻ വാങ്ങാറേ ഇല്ല കേട്ടോ. ഈ കാന്താരി കേട്ടോ എല്ലാത്തിലും അരിഞ്ഞിടുന്നത്. നമുക്കുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ തൊടിയിലുണ്ട്, നമ്മുടെ വീട്ടുമുറ്റത്തുണ്ടെങ്കിൽ പിന്നെ എല്ലാം നമുക്ക് ഇങ്ങനെ മേടിക്കണ്ട കുറേ കാര്യങ്ങൾ എനിക്ക്. അതുകൊണ്ട് ഇപ്പം പച്ചക്കറി മാർക്കറ്റിൽ നിന്ന് മേടിക്കാതെ ഞാൻ കഴിച്ചിലാകുന്നുണ്ട് കേട്ടോ. ഇലകളും തോരൻ വയ്ക്കാനുള്ളതും ഒക്കെ ഞാൻ ഇവിടെ നിന്ന് തന്നെയാട്ടോ. ചേമ്പിൻ്റെ താളാണേലും തണ്ടാണേലും ഒക്കെ ഉപയോഗിച്ചിട്ടാട്ടോ ഞാൻ ഇങ്ങനെ ഉപ്പേരി വയ്ക്കുന്നത്. പിന്നെ ചെറിയ തക്കാളി അങ്ങനെയുള്ള ചെറിയ സാധനങ്ങൾ, ഉള്ളി, സവോള അതൊക്കെ ഞാൻ മേടിക്കലുള്ളൂ കേട്ടോ. അപ്പം ബാക്കിയുള്ളത് നമ്മൾ ഇവിടുന്ന് എടുക്കും. അങ്ങനെ നമ്മുടെ ഉപ്പേരിക്കുള്ള കൂട്ടങ്ങളൊക്കെ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ കിട്ടാറുണ്ട്. അങ്ങനെ ഇതാ ക്യാരറ്റും പച്ചപ്പയറും കൂടി തോരൻ കേട്ടോ. ഇത് ഞാൻ കൂടുതലും തോരൻ വയ്ക്കുന്ന മോനെ കുറച്ച് ചോറ് വെച്ചിട്ട് അവൻ പറയുന്നുണ്ട് ചോറ് കുറവ് മതി, തോരൻ കൂടുതൽ മതി കേട്ടോ. ഇപ്പോൾ ഡയറ്റ് ആയതുകൊണ്ടാട്ടോ ഈ തോരൻ, അല്ലെങ്കിൽ തോരനൊന്നും കഴിക്കാത്ത ആൾക്കാരാട്ടോ. അതുകൊണ്ട് ഞാൻ എന്തായാലും വേണ്ടില്ല, ഇവർക്ക് ഇങ്ങനെയും നമുക്ക് ഉള്ളിൽ കുറച്ച് ഈ പച്ചക്കറി അകത്ത് ചെല്ലിക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാട്ടോ. അതുകൊണ്ട് ഞാൻ ഈ ചോറിൻ്റെ കൂടെ ഇത്തിരി ഏറെ വെച്ച് കൊടുക്കും. അപ്പം എന്താ ക്യാരറ്റ് ആയതുകൊണ്ട് വേവുണ്ട് കേട്ടോ. അതിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണേ. പിന്നെ കുറച്ച് തേങ്ങ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുള്ളൂ കേട്ടോ. തേങ്ങ കുറച്ച് ചെറിയുള്ളിയും കൂടി അരിഞ്ഞു, സവോള ഇതെല്ലാം ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കട്ടോ. അപ്പം നോക്കിയപ്പോഴുണ്ട് തേങ്ങ ചിരകിയതുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ, അത് ഇത്തിരി ഇട്ട് കൊടുക്കുക ചെയ്തത്. എന്നിട്ട് ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് തൂവി കൊടുക്കുക, ഉപ്പിടുക കേട്ടോ. അത്രയേ ഉള്ളൂ തോരൻ്റെ പണിയെ. പിന്നെ ഞാൻ നോക്കിയപ്പം ഇതിനകത്തിടാൻ കറിവേപ്പിലയില്ല. അപ്പോൾ ഞാൻ ആ ചെയ്ത ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടോ. ഏകദേശം പണികളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അന്നേരം തന്നെ അടുക്കളയൊന്ന് ക്ലീൻ ആക്കിയിടും കേട്ടോ. അല്ലാതെ ഒന്നിച്ചങ്ങ് ക്ലീൻ ആക്കുന്നൊരു രീതിയല്ല കേട്ടോ എൻ്റെ. ഞാൻ ഓരോ ജോലി കഴിയുമ്പോൾ ഓരോ ഭാഗങ്ങൾ ക്ലീൻ ആക്കിയിടും കേട്ടോ. പിന്നെ അടുത്ത സെക്ഷൻ ജോലി വേണ്ടേ, അപ്പോഴത്തേക്കും ഞാൻ കറിവേപ്പിലയൊക്കെ എടുത്തുകൊണ്ട് വന്നു. അങ്ങനെ നമ്മുടെ തോരനും ഇവിടെ റെഡിയായി. അപ്പം ചോറും അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വാർത്തിട്ടു കേട്ടോ. പിന്നെ നമ്മൾ ചപ്പാത്തിക്ക് പണിക്ക് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ജോലി അങ്ങ് കഴിഞ്ഞ് കിട്ടുമല്ലോ അല്ലേ. അപ്പോൾ ഇതിങ്ങനെ ഞാൻ പരത്തി വെക്കുന്നേ ഉള്ളൂ കേട്ടോ. സമയമാകുമ്പോഴെടുത്ത് ചുടുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ചപ്പാത്തി പരത്തി. പിന്നെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടോടെ കഴിക്കാനാട്ടോ എല്ലാവർക്കും ഇവിടെ താല്പര്യം. പിന്നെ നമ്മൾ നേരത്തെ ചുട്ടു വയ്ക്കേണ്ട ഒരു കാര്യമില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ ചുടുന്നില്ല കേട്ടോ. ഇതെല്ലാം പരത്തി ഞാൻ ഒരു പാത്രത്തിലേക്ക് എടുത്തു വെക്കുക കേട്ടോ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഞാൻ മീനൊക്കെ കഷ്ണങ്ങളാക്കാൻ പോയി കേട്ടോ. കഷ്ണങ്ങളാക്കി എടുത്തുകൊണ്ട് വന്നു. പിന്നെ തേങ്ങ കൊത്തി എല്ലാ വീഡിയോ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല, പറ്റുന്ന പോലെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നെ ഈ കുടംപുളിയും ഈ തേങ്ങാക്കൊത്തും ഈ മുളക് പൊടിയും ഒക്കെ ഈ ഇത്തിരി പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ കടുക് പൊട്ടിച്ച് വേണേലും ചേർക്കാം. എന്നിട്ട് കുറച്ച് ഇഞ്ചിയും കുറച്ച് ചെറിയുള്ളിയല്ല വെളുത്തുള്ളിയും കൂടി ചതച്ച് അതിനകത്ത് ചേർത്ത് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ നല്ലോണം തിളച്ച് വരണ ഈ അരവ് ഇല്ലേ, അത് നല്ലോണം തേങ്ങാക്കൊത്തൊക്കെ തിളച്ച് വരുമ്പോൾ പിന്നെ ലാസ്റ്റാട്ടോ മീനിട്ട് കൊടുക്കുക. അങ്ങനെയാണ് നമ്മുടെ തെരണ്ടി മീൻ പറ്റിക്കുന്നത് കേട്ടോ. പിന്നെ ഇതിങ്ങനെ കുറുകി വന്ന് കഴിയുമ്പോൾ നമ്മുടെ തെരണ്ടി മീൻ റെഡി ആയിട്ടോ. ഈ കറി ഇവിടെ കുട്ടികൾക്കൊക്കെ ഒരുമാതിരി ഇഷ്ടമൊക്കെ ആട്ടോ. അതുകൊണ്ടാട്ടോ ഞാനിങ്ങനെ മീൻ ഇങ്ങനെ വെച്ച് ഇങ്ങനെ പറ്റിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് 1-2 ദിവസം വേണേൽ നമുക്ക് കൂട്ടുകയും ചെയ്യാം കേട്ടോ. തെരണ്ടി മീൻ പറ്റിച്ചത്. ഉണക്കമീൻ ഇഷ്ടമില്ലാത്തവർക്ക് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇഷ്ടമുള്ളവരുടെ കാര്യമാട്ടോ ഞാൻ പറയുന്നത്. മീൻ ഇഷ്ടമില്ലാത്തവർക്ക് പിന്നെ എന്താണ്, അതൊന്നും നോക്കേണ്ട കാര്യമില്ല കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് തൈരിൻ്റെ മുകളിലേക്ക് കുറച്ച്
ഇഞ്ചിയും കറിവേപ്പിലൊക്കെ ഇട്ട് അതും മോന് കൊണ്ടുപോകാൻ എടുത്തു വെച്ചു കേട്ടോ. പിന്നെയും ഞാൻ ആ കിച്ചണ് നമ്മൾ ആ ജോലി കഴിഞ്ഞ് എല്ലാം ഒരുവിധം ആയി കഴിഞ്ഞപ്പം പിന്നെ അടിച്ചു വാരുവാണ് ചെയ്തത്. കിച്ചണ് മാത്രമേ അടിച്ചു വാരുന്നുള്ളൂ കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പൊടിയൊക്കെ കുഴയ്ക്കുമ്പോൾ അതൊക്കെ ചാടി ചെറുതായിട്ട് പറ്റി പിടിച്ചിരിപ്പുണ്ടാവും. അപ്പോൾ അത് നമ്മൾ വീണ്ടും അവിടെ ചവിട്ടണ്ടല്ലോ എന്ന് വിചാരിച്ച് അവിടേക്ക് ഒന്ന് അടിച്ചു വാരിയിട്ടു കേട്ടോ. പിന്നെ മുട്ട ഞാൻ ചപ്പാത്തിയുടെ ഒപ്പം മോന് കൊടുക്കാൻ വേണ്ടിയിട്ട്, അവന് ചിക്കനും ഉണ്ട് കേട്ടോ. പിന്നെ ഇതും കൂടി കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ രാവിലെ ഒരു ചപ്പാത്തിയൊക്കെ ആയിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ എനിക്ക് വിഷമാവും. ഈ ഒരു ചപ്പാത്തി കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ വിശപ്പ് മാറുകയില്ലല്ലോ. അപ്പോൾ ഈ 2 മുട്ട അങ്ങോട്ട് ഇങ്ങനെ ചിക്കി ഇങ്ങനെ പൊരിച്ചിട്ട് അതിൽ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ഇങ്ങനെ ഇളക്കി അങ്ങ് പൊരിച്ച് കഴിയുമ്പം ഇപ്പോൾ 2 മുട്ട വയറ്റി ചെല്ലുമല്ലോ. അപ്പോൾ ഇത്തിരി വിശപ്പ് മാറി നിൽക്കുമല്ലോ. അല്ലെങ്കിൽ പിന്നെ ഉച്ചയാണ് ഈ ചോറ് തിന്നണേല, അതും വളരെ കുറവ് മാത്രം കേട്ടോ. അങ്ങനെ ഈ മുട്ട പൊട്ടിച്ച് കഴിഞ്ഞപ്പം അതിൽ നിന്നൊരു തുള്ളി അങ്ങോട്ട് തെറിച്ചു കിട്ടും. അതാട്ടോ ഞാനിപ്പോൾ അവിടെ തുടയ്ക്കുന്നത്. അങ്ങനെ ചോറും ഇത്രയും ചോറാട്ടോ. ഇത്രയും ചോറിന് 100 ഗ്രാം മതി എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഞാനൊരു കുഞ്ഞു കയ്യിൽ കുറച്ച് ചോറാണ് എടുക്കുന്നത്. പിന്നെ ഇത് ചോറിന് വേണ്ടിയിട്ട് കൂടുതലും ഞാൻ വെച്ച് കൊടുക്കുന്നത് ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടോ. അല്ലാത്തവർക്ക് പിന്നെ ഇങ്ങനത്തെ ആവശ്യമില്ല. ഇങ്ങനെ ഒരു തോരനായിരിക്കും, ചിലപ്പം ഇലത്തോരനായിരിക്കും ഉണ്ടാക്കുന്നത്, ചിലപ്പോൾ ഇങ്ങനെ ക്യാരറ്റോ പയറോ എന്തോലും അങ്ങനെയൊരു തോരനും കേട്ടോ. ഇന്ന് മോൻ്റെ ലഞ്ച് ബോക്സ് ഒന്ന് പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോയും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. പിന്നെ ഇതാ നമ്മുടെ തെരണ്ടി മീൻ. ഇതും ഇഷ്ടമുള്ള കാര്യമല്ല, ഡയറ്റിൽ ഉൾപ്പെടുന്നതല്ല, എങ്കിലും ഞാനിത് വെക്കും കേട്ടോ. ഇന്നല്ലാതെ എങ്ങനെ ഈ ചോറ് കഴിക്കുന്നതല്ലേ. അപ്പോൾ ആ മീനും കുറച്ച് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ അവൻ കഴിക്കും, ചിലപ്പം കഴിക്കില്ല. എങ്ങനെയാണേലും ഞാനത് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കൊരു മനസ്സമാധാനം വേണ്ട, കുട്ടിയൊക്കെ എന്തെങ്കിലുമൊക്കെ വയറിൽ ആകാൻ കൊടുത്തു വിട്ടു എന്നുള്ളതല്ലേ. അങ്ങനെ അതും വെച്ചു. പിന്നെ നമ്മുടെ തൈരും വെച്ചു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ കേട്ടോ മോൻ്റെ ലഞ്ച് ബോക്സ് പ്രിപ്പയറിങ്. അങ്ങനെ ഞാൻ നിന്നപ്പോഴുണ്ട് നമ്മുടെ കൂട്ടുകാരി വന്നു കേട്ടോ. കുറച്ച് ചെടിയൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ ചെടികളൊക്കെ ഞങ്ങൾ ചെടികളുടെ കാര്യമൊക്കെ പറഞ്ഞ്, പിന്നെ ചട്ടി മാറ്റുന്ന റീപോട്ടിങ്ങും അങ്ങനെ ഞാൻ കുറച്ച് ചെടികളൊക്കെ ഞങ്ങൾ കൊടുത്തു കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ ചെടി മേടിച്ചുകൊണ്ട് വരാറുണ്ട് കേട്ടോ. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെടി ഷെയർ ചെയ്യാറുണ്ട്. അപ്പം പിന്നെ അവിടെ ഇല്ലാത്ത ചെടി എന്നോട് ചോദിച്ചതാട്ടോ. അപ്പം ഞാനത് നല്ല ഭംഗിയുള്ള ചെടികളാണ്. അതിനൊരു മുളയോ വരുന്നുള്ളൂ. അപ്പം പിന്നെ വേറെ ഒരു ചട്ടിയിലും വേറെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ വേറെ ഒരു ചട്ടിയിലും ഞാൻ നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ലൊരു മുളയും തണ്ടും ഒക്കെ കൂടി ഒരു ഭാഗം കിട്ടി. അതുകൊണ്ട് പിന്നെ അത് കൊടുക്കാൻ പറ്റി കേട്ടോ. അങ്ങനെ അതും പിന്നെ ഓരോ ചെടികളും ചട്ടി നട്ടതും ഒക്കെ ചെടികൾ ഇങ്ങനെ എടുത്തു കേട്ടോ. അപ്പോൾ ഇത് ചെടിയൊക്കെ നട്ടുണ്ടാക്കാൻ ഭയങ്കര പണിയാണ്. മണലും ചാണകപ്പൊടിയും ഒക്കെ ഞാനത് ആ മണ്ണിട്ടേക്കുന്നു. ഇനി എനിക്ക് റീപോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. കുറേ പണികളുണ്ട് ചെടിയിലേക്ക്. ഇനി കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനും ഉണ്ട് കേട്ടോ. കുറേ ചെടികൾ ഞാൻ നട്ടത് ഗ്രോ ബാഗിൽ കുറേ ചെടികൾ വളർന്നു വരുന്നുണ്ട്. അതൊക്കെ എനിക്കിനിയും ചട്ടികളിലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ റോസില്ലേ, നമ്മുടെ വീട്ടിലെ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നതാണല്ലോ അല്ലേ റോസ്. അപ്പം പിന്നെ ഈ റോസ് പിന്നെ നട്ടാൽ അധികം പോകാത്ത സൈസാട്ടോ. ഇതിങ്ങനെ കുറേ കാലം സ്റ്റേ ചെയ്യും കേട്ടോ. ഈ റോസ് നട്ടു വെച്ചാൽ മതി, കുറേ കാലം ഉണ്ടാവും. പക്ഷേ വേറെയുള്ള റോസുകളൊക്കെ പെട്ടെന്ന് നമുക്ക് നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവർക്ക് നല്ലൊരു ശക്തിയുള്ള സൈസ് റോസാട്ടോ. പക്ഷെ നിറച്ച് പൂക്കുകയും ചെയ്യും. ഇന്ന് ഞാൻ മുട്ടത്തോടും ഒക്കെ പൊടിച്ചിട്ട് കൊടുക്കും കേട്ടോ, വളമായിട്ടും ഒക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ ആ റോസും മേടിച്ചു. പിന്നെ അങ്ങനെ കുറേ ചെടികളുടെയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ എനിക്കില്ലാത്തത് അങ്ങോട്ടും, പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഞാനും എടുത്തുകൊണ്ട് പോരും കേട്ടോ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെടികളെ പറ്റിയൊക്കെ പറഞ്ഞും എങ്ങനെയാണ് ചെടി ഇങ്ങനെ ലാൻഡ്സ്കേപ്പ് ചെയ്ത് ചെടി നടുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു തരിക കേട്ടോ. അപ്പം എനിക്കാണെങ്കിൽ എല്ലാത്തിനും ഒന്നും നേരം കിട്ടാത്തതുകൊണ്ട് കേട്ടോ. അല്ലെങ്കിൽ എനിക്കിതൊക്കെ ആഗ്രഹമുണ്ട്, എല്ലാം ഒന്ന് റെഡി ആക്കണം, ലാൻഡ്സ്കേപ്പൊക്കെ ചെയ്ത് ചെടിയൊക്കെ നടണം എന്നൊക്കെ ഉള്ളത് കേട്ടോ. പക്ഷെ നമ്മുടെ മുറ്റമൊന്നും അത്ര കെട്ടിയ മുറ്റമാണെങ്കിൽ പോലും അത്രയൊരു പെർഫെക്റ്റ് അല്ല കേട്ടോ. എല്ലാം ഒന്നും ഇനിയുണ്ട് കേട്ടോ. വണ്ടി കയറി വരുന്ന ഭാഗത്തൊക്കെ ശരിക്കും കെട്ടി ഗേറ്റൊക്കെ പണി ഇതുപോലെ അതൊക്കെ ഇന്ന് ശരിയാക്കാനുണ്ട്. അതൊന്നും ശരിയാക്കിയിട്ടില്ല കേട്ടോ. അവിടെ നമുക്ക് റോഡ് പണി വരുന്നുണ്ട് പഞ്ചായത്തിൻ്റെ. അപ്പം റോഡിൻ്റെ കാര്യം എങ്ങനെയാണ് വരുന്നതെന്ന് അറിയില്ലല്ലോ. നമ്മളെല്ലാവരും ചെടി വെച്ച് പിടിപ്പിച്ചിട്ട് പിന്നെ എന്താ ചെയ്യാല്ലേ.
അപ്പോൾ അതിൽ കേട്ടോ അതാണ് റോഡ് കേട്ടോ, അതിൽ വഴി വരുന്നുണ്ട്. അങ്ങനെ പിന്നെ ഇതാ ഞാൻ പയറിൻ വിത്തില്ലേ നമുക്ക് നടണം, ഒപ്പം നമുക്ക് ഇല്ലാത്തവർക്ക് കൂടി കൊടുക്കണം എന്നുള്ളൊരു മനസ്സുള്ള ആട്ടോ എനിക്ക് അങ്ങനെയാണ്. എല്ലാവർക്കും വിത്ത് വിതരണം നടത്തി എല്ലാവരുടെ വീട്ടിലും എല്ലാവരും വിഷരഹിതമായ പച്ചക്കറി കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവരാട്ടോ. അപ്പം ഞാൻ കുറച്ച് പേരൊക്കെ എന്നോട് ഇങ്ങനെ വിത്ത് വന്ന് മേടിച്ചിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് വീടുകളിലൊക്കെ വിത്ത് ഞാൻ കൊടുക്കുകയും ചെയ്തേ. അപ്പം ഇനി ബാക്കി ഉണ്ടായിരുന്ന വിത്ത് ഞാൻ നട്ടതിൻ്റെ ബാക്കിയായിട്ടും കുറച്ചുകൂടി എനിക്ക് നടണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ എടുത്തു വെച്ചതിന് ശേഷം ബാക്കി വിത്തുകളൊക്കെ ഞാൻ കൊടുത്തു കേട്ടോ. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പം ഇന്നത്തെ വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് എന്നോട് കമൻ്റായിട്ട് എന്നോട് ഒന്ന് അറിയിച്ചേക്കണം കേട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കൊക്കെ ഒന്ന് ചെയ്തേക്കും കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച് ചിൽഡ്രൻ. ടേക്ക് കെയർ. ടാറ്റ ബൈ.